എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നടന്ന 128/2024 LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് 2. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അതുപോലെ ഡച്ച് ഗവർണറായിരുന്ന വാറന്റിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നാരായണനാണ്. അദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, അമരാവതി. മൂന്നാമത്തെ ചോദ്യം: APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് തെറ്റ്? അദ്ദേഹം കുംഭകോണത്താണ് ജനിച്ചതെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അതേപോലെ അദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി എന്നതും തെറ്റായൊരു പ്രസ്താവനയാണ്. അദ്ദേഹം എഴുതിയത് അഗ്നിച്ചിറകുകൾ എന്ന ഗ്രന്ഥമാണ്. അതേപോലെ അദ്ദേഹം ജനിച്ചത് രാമേശ്വരത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. നാലാമത്തെ ചോദ്യം നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? ഓപ്ഷൻ ഡി, VP മേനോൻ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഓപ്ഷൻ ബി, റൂസോ. ആറാമത്തെ ചോദ്യം: കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, അഡ്വക്കേറ്റ് K. രാജൻ. ഏഴാമത്തെ ചോദ്യം: പ്രസ്താവന 1. സമ്മർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയാലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയാലിസ് ബലം വർദ്ധിക്കുന്നു എന്നതാണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ കൂടുതലായി കൃഷി അനുവർത്തിച്ച് വരുന്ന കാർഷിക സമ്പ്രദായം ഏത്? എട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്, തീവ്ര ഉപജീവന കൃഷി. 9ാമത്തെ ചോദ്യം: തെക്കൻ ഇന്ത്യ സമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറെ തീര സമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്ന ഉച്ചമർദ്ദ മേഖല. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, മസ്കറിൻ ഹൈ. 10ാമത്തെ ചോദ്യം: ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്തോറും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ, പശ്ചിമഘട്ടം. 11ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നതിൽ എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി, ഇവ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ കൊടുക്കണം. തെറ്റായ പ്രസ്താവനയൊന്നുമില്ല, എല്ലാം ശരിയാണ്. അതായത് വലനം കാരണം രൂപീകരണപ്പെട്ട മടക്ക് പർവ്വതനിരയാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര സംയോജക സീമയിൽ രൂപം കൊണ്ടത്. 12ാമത്തെ ചോദ്യം നോക്കാം. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവാഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമോചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഉത്തരം ഓപ്ഷൻ ബി, CS മീനാക്ഷി. 13ാമത്തെ ചോദ്യം നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട
ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? 13ാമത്തെ ഓപ്ഷൻ എല്ലാം ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാം. അതായത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. എല്ലാ ഓപ്ഷൻസും എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 14ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1995. 16ാമത്തെ ചോദ്യം. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്. ലോകബാങ്കിൻ്റെ മറ്റൊരു പേരാണ് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാണ്. അതായത് ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഇവയെല്ലാം കാരണമാണ് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഇടയായത്. 18ാമത്തെ ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. 19ാമത്തെ ചോദ്യം. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? അപ്പോൾ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 20ാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടനയുടെ ആമുഖമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. കൂടാതെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. 21ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 21ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 ആണ്. നോക്കാം. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഈ 2 സ്റ്റേറ്റ്മെൻ്റാണ് ട്രൂ ആയിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം നോക്കാം. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ 1ാമത്തെ ഓപ്ഷൻ മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ ബി. അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരമുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. 23ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കുവാൻ കോടതിയോട് ശുപാർശ നൽകാം. സോ ഓപ്ഷൻ ഡി ആൾ ദ എബോവ് എന്നതാണ് ശരിയായ ഉത്തരം. 24ാമത്തെ ചോദ്യം നോക്കാം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 2, 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
മൗലിക അവകാശങ്ങൾക്ക് പുറമെ ചില അവകാശങ്ങളാണിവ. കൂടാതെ സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. 25-ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഉൾപ്പെടാത്ത പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. അതായത് ഏക പൗരത്വ നിയമം, അതുപോലെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഇത് രണ്ടും നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടില്ല. 26-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ സംസ്ഥാന നിയമസഭകളിൽ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. 27-ാമത്തെ ചോദ്യം നോക്കാം. കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. സോ ഈ 3 ഓപ്ഷനും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 28-ാമത്തെ ചോദ്യം നോക്കാം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? വിദേശകാര്യം ഉണ്ട്, പിന്നെ കൃഷിയുണ്ട്. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള. ക്ഷമിക്കണം, മിസ്റ്റേക്ക് സംഭവിച്ചു. നമ്മൾക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് 1ഉം 2ഉം വിദേശകാര്യം, അതുപോലെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഇവയാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ശരിയായത്. 29-ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നവയാണ്. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 30-ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 2ഉം 3ഉമാണ്. അതായത് 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ ആയിട്ടുള്ളത്. നമുക്ക് 31-ാമത്തെ ചോദ്യം നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നമുക്ക് നോക്കാം. ചെയർപേഴ്സൺ ശ്രീമതി ശ്രീദേവിയാണ്. അതുപോലെ സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. 32-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന. അതായത് 1ഉം 3ഉം. ഒന്നാമത്തെ പ്രസ്താവന, എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിധിയിൽപ്പെടുന്നവയാണ്. 33-ാമത്തെ ചോദ്യം നോക്കാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 33-ാമത്തെ ഉത്തരം
ഓപ്ഷൻ ഡി ആൾ ദ അബവ് ആണ്. അതായത് കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51 എയിലാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4 എയിൽ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കോവിഡിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ വ്യക്തി ആര്? 34-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോ. 35-ാമത്തെ ചോദ്യം നോക്കാം. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റുകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത്? 35-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കൂനോ ദേശീയ ഉദ്യാനം. 36-ാമത്തെ ചോദ്യം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ശലഭം. 37-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡികളെ കണ്ടെത്തുക. 37-ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. തൈറോക്സിൻ എന്നതാണ് പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിയുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. 38-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഹൃദയാഘാതം. 39-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. 40-ാമത്തെ ചോദ്യം. മന്തിരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? മന്തിരോഗം ഉണ്ടാക്കുന്ന രോഗാണുവാണ് ഫൈലേറിയൻ വിര. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 41-ാമത്തെ ചോദ്യം നോക്കാം. എൻസൈമുകളില്ലാത്ത ദഹനരസമാണ് ഓപ്ഷൻ ഡി പിത്തരസം. 42-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? മീറ്റർ ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അതുപോലെ പ്രകാശവർഷവും ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അപ്പം 1, 2 വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? മഴവില്ലുണ്ടാവാനുള്ള കാരണമാണ് പ്രകാശപ്രകീർണനം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? അപ്പോൾ മണ്ണെണ്ണയുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0.810. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം ഡി PSLV C-57 ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 46-ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണർ റോവറിൻ്റെ പേര് എന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലൂണർ റോവറിൻ്റെ പേര് ഓപ്ഷൻ ബി പ്രഗ്യാൻ എന്നാണ് റോവറിൻ്റെ പേര്. ഏതാണ് കേവല പൂജ്യ ഊഷ്മാവ്? കേവല പൂജ്യ ഊഷ്മാവാണ് -273°C. 48-ാമത്തെ ചോദ്യം. എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്? എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്
ഓപ്ഷൻ ഡി പ്രാതിനിധ്യ മൂലകങ്ങൾ. 49ാമത്തെ ചോദ്യം നോക്കാം. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. പുതിയതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം. ഓപ്ഷൻ ബി കാർബൺ നാനോ ബഡുകളാണ് പുതിയതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? 51ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 52ാമത്തെ ചോദ്യം നോക്കാം. ഉചിതമായത് ചേർത്തെഴുതുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് 52 ഓപ്ഷൻ ഡി ആണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. 53ാമത്തെ ചോദ്യം. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. കൂടാതെ അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. അഭിനവ കേരളം എന്ന മുഖപത്രം തുടങ്ങി. അപ്പം 1, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 54ാമത്തെ ചോദ്യം. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 2, 4 ശരിയായ ഉത്തരം. കാസ്റ്റ്ലിംഗും സ്റ്റെയിൽമേറ്റും. 55ാമത്തെ ചോദ്യം നോക്കാം. കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം. കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപമാണ് ഓപ്ഷൻ ബി മുടിയേറ്റ്. 56ാമത്തെ ചോദ്യം. കാലക്രമമനുസരിച്ച് എഴുതുക. കാലക്രമം അനുസരിച്ച് നോക്കുമ്പോൾ 56ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്ര. ഇതെല്ലാം പത്രങ്ങളുടെ പേരാണ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. 58ാമത്തെ ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. 58ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിക്കൊള്ളുക. 59ാമത്തെ ചോദ്യം നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മൈക്രോഫോൺ. ഇതൊരു ഇൻപുട്ട് ഉപകരണമാണ്. PDF-ൻ്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 61ാമത്തെ ചോദ്യം. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. 62ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ബ്രൗസറിൻ്റെ ഉദാഹരണം ഏതാണ്? ഉത്തരം എ സഫാരി ബ്രൗസറാണ്. 63 ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്?
ഉത്തരം ജെമിനിയാണ്. കോപ്പൈലറ്റ് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. മെറ്റ AI ഫേസ്ബുക്കിൻ്റെയാണ്. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഓപ്ഷൻ എ വോയറിസം. 65-ാമത്തെ ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ഓപ്ഷൻ സി 1 കോടി രൂപ. 66-ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 67-ാമത്തെ ചോദ്യം നോക്കാം. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ. 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. 68-ാമത്തെ ചോദ്യം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? 5 പേരാണ്. 69-ാമത്തെ ചോദ്യം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 70-ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. മാത്സ് ചോദ്യങ്ങൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. എൺപത്തൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവരി ഈവനിങ്. 82-ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് പഞ്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലൈംഡ് വാട്ട് എ സർപ്രൈസ്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇവിടെ ലാസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരും. അതുപോലെ ഇവിടെ ഒരു കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും സെൻറ്റൻസ്. ഓക്കെ. 83-ാമത്തെ ചോദ്യം നോക്കാം. സെലക്ട് ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദ പാസ്റ്റ് സെൻസ്. ടു ബി എ പാസ്റ്റ് ടെൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കറക്റ്റ് വെർബ് ഫോം ഏതെന്നാണ് ചോദ്യം. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. വി വെയർ ആൾ വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. 84-ാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് മോഡൽ വെർബ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ. 85-ാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. Direct speech. The teacher said the examination will be held the next week. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. The teacher said that the exam would be held in the next week. 86-ാമത്തെ ചോദ്യം നോക്കാം. Which of the following words is the synonym of abundant? അബണ്ടൻറ്റിൻ്റെ സിനോണിയം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്ന വേർഡിനെയാണ് സിനോണിയം എന്ന് പറയുന്നത്. അപ്പോൾ അബണ്ടൻറ്റ് എന്ന വേർഡിന് സിനോണിയമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്ലെൻറ്റിഫുൾ. 87-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻറ്റോണിയം ഫോർ
മിസറി. ആൻ്റോണി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്, മിസറിയുടെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ എ ജനറസ്. 88ാമത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഹാർമോണിയസിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്കോർഡൻറ്റ്. 89ാമത്തെ ചോദ്യം, സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് സിമിലർ ഇൻ ദ മീനിങ് ഓഫ് എംഫിമിറൽ. 80 ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ടെമ്പററി. 90ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രൈസ് ഫോർ ഫ്ലവേഴ്സ്. ഓപ്ഷൻ എ ഫ്ലോറിമാനിയ. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനമെന്ന് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ ഡി പ്രകാരമാണ്. 92ാമത്തെ ചോദ്യം, ഭാഗികം എന്ന വാക്കിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ ബി സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ഡി പിപാസു. നീഹാരം പര്യായ പദം ഏത്? മഞ്ഞ്. താഴെ പറയുന്നവർ ശരിയായ സ്ത്രീലിംഗം പുല്ലിംഗം ജോഡി ഏതാണ്? എല്ലാം ശരിയാണ്. ധീരൻ ധീര, ഏകാഗി ഏകാകിനി, പക്ഷി പക്ഷിണി, തമ്പി തങ്കച്ചി. 96ാമത്തെ ചോദ്യം, കലാശക്കൊട്ട് ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിംഗ് ശരിയായ മലയാള പരിഭാഷ എന്ത്? നടപടിക്രമം. 98ാമത്തെ ചോദ്യം, വാക്ക് അധികം മയം ചേർത്തെഴുതുക. വാങ്മയം. 99ാമത്തെ ചോദ്യം, അവൻ പിരിച്ചെഴുതുക. ആ അധികം അൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ഡി ആചാര്യർ.